ഹലോ ഫ്രണ്ട്സ്, കിഷാനു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിക്കുന്ന് എന്ന സ്ഥലത്ത് ജനുവരി 16-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞ ഏബിൾ വില്ലേജ് എന്ന പാർക്കിലേക്കാണേ. 1-2 മണിക്കൂറോളം നടന്നു കാണാനുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഇതിനകത്ത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഈ കവാടത്തിൻ്റെ അടുത്തുനിന്ന് നമുക്ക് നേരെ താഴോട്ടേക്കാണേ പോകേണ്ടത്. വണ്ടി വേണമെങ്കിൽ ഇവിടെയും പാർക്ക് ചെയ്യാം, താഴെയും പാർക്ക് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ വണ്ടി മേലെ പാർക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് നടന്നിറങ്ങലാന്നേ. ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഇടതുവശത്ത് കണ്ട ഒരു വഴി പോലെ, അതിൻ്റെ ഉള്ളിലേക്കൊരു ഗുഹയാന്നേ. ഇതാ നമ്മൾ ഗുഹയിലെത്തിയിട്ടുണ്ട്. നമ്മൾ നല്ല വെയിലുള്ള സമയത്താണ് വന്നിന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല തണലായിരുന്നേ, നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നമ്മളങ്ങനെ അവിടെ കുറേ സമയം നിന്ന് എന്നിട്ട് സെൽഫിയെല്ലാം എടുത്തിട്ടാന്നേ പോയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എൻട്രി പാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോക്കാന്നേ. അങ്ങനെ പോകുന്ന സമയത്ത് വലതുവശത്ത് ഏബിൾ വില്ലേജ് എന്നുള്ള ചുമരമ്മൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെല്ലാം ചുമരിൽ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ ഇടതുവശത്ത് ഒരു അരുവി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു തെയ്യത്തിൻ്റെ കൊത്തി വെച്ചിട്ടുണ്ട് ചുമരിൽ. അതിമനോഹരമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഏരിയ. ഇതാണ് ഉള്ളിലേക്കുള്ള എൻട്രി പാസ് എടുക്കേണ്ട കൗണ്ടർ കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ചെറിയ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാസ് വേണ്ട. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 100 രൂപയും പിന്നെ വലിയ ആൾക്കാർക്ക് 200 രൂപയാണ് കേട്ടോ എൻട്രി പാസ്. അങ്ങനെ നമ്മൾ പാസ്സെല്ലാം എടുത്തിട്ട് ഇതാ കയറാൻ വേണ്ടിയിട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടേ. ഇവിടുന്ന് താഴേലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് പാസ്സെല്ലാം ഇവിടെ കാണിച്ചിട്ട് അങ്ങ് ഉള്ളിലേക്ക് കയറലാന്നേ. ഇതാ കയറുന്ന സമയത്ത് ഗേറ്റിലൊരു പക്ഷീൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നോക്കിയാട്ടെ ഒരുപാട് ചെടികളുണ്ട്. കടലാസ് പുഷ്പങ്ങളാണ് കേട്ടോ, പല നിറത്തിലുള്ളതുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാ കാണേ, നല്ല രസമില്ലേ. ഇതിൻ്റെ നേരെ ഇടതുവശത്ത് നോക്കിയാട്ടെ പപ്പായ മരവും സപ്പോട്ട മരമെല്ലാം ഉണ്ട് കേട്ടോ. പപ്പായെല്ലാം കയ്യെത്തി പറിക്കേണ്ട ഉയരേയുള്ളേ. അതിൻ്റെ താഴെയായിട്ട് കുറേ ചെടികളുണ്ട്. എല്ലാൻ്റെ മേലെയും പപ്പായ ഉണ്ട്, കായെല്ലാം കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നേരെ വലതുവശത്തായിട്ട് ഇതാ ഒരു കാളവണ്ടീൻ്റെ പ്രതിമയുണ്ട് കേട്ടോ. അതിൻ്റെ നേരെ താഴെ ഇതാ പൂക്കൾ നല്ല റോസ് കളറിൽ, വെള്ളയും റോസും എല്ലായിട്ട് നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് കേട്ടോ ഇതെല്ലാം. നല്ല രസമുണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ താലോരിക്ക തൂങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ മേലെ. നമ്മളിതിന് താലോരിക്ക എന്നാ പറയാ. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പോകുമ്പോൾ ഇതാ ചുമരുമ്മിലൊരു തെയ്യത്തിൻ്റെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, എന്തൊരു ഭംഗിയാ കാണേ. പിന്നെ നമ്മൾ എമ്മുവിൻ്റെ അടുത്താന്ന് പോയ കേട്ടോ. ഇതാ എമ്മു നോക്കുന്നുണ്ട് നമ്മളാ. കഴുത്തെല്ലാം ആട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ എമ്മു. 2 എണ്ണം ഉണ്ടേ. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടക്കുന്ന. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അതാ കുറച്ച് വലിയ എമൗണ്ട് കേട്ടോ. കഴുത്തെല്ലാം ആട്ടിക്കൊണ്ട് അതെല്ലോ പണിയെടുക്കുന്നുണ്ട്. അത് കൊത്തുവെല്ലാം ചെയ്യുന്നുണ്ട് ആ കമ്പിക്കെല്ലാം.
അതിൻ്റെ ഇപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇതാ വീണ്ടും ഒരു എമുണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗൊറില്ലേൻ്റെ അടുത്തേക്കാന്നേ പോയേ. കിച്ചു ഗൊറില്ലേൻ്റെ മടിയിലെല്ലാം കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സന്ദർശകർക്കുള്ള ഒരു നിർദ്ദേശമെല്ലാം അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇഗ്വാനേൻ്റെ അടുത്താണ് പോയേ. അത് ചൂട് കായാൻ വേണ്ടി കിടന്ന് ഞാൻ തോന്നുന്നു കേട്ടോ വെയിലത്ത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു പക്ഷി, അത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് കളിക്കുന്നുണ്ട്. അതിൻ്റെ മേലെ 2 പക്ഷികളുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായ പക്ഷികൾ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും 2 പക്ഷികൾ. അവരെന്തോ തെരയിലങ്ങാറ്റാന്ന് തോന്നുന്നു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കുരങ്ങാന്ന്, നമ്മുടെ നാട്ടിലുള്ള കുരങ്ങല്ല കേട്ടോ, ഇത് മാർമോസെറ്റ് മങ്കി എന്നതിൻ്റെ പേര്. നല്ല രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് ജാക്കോബിൻ പീജിയൻ്റെ അടുത്തേക്ക് പോയി നമ്മൾ. നോക്കിയാട്ടെ കഴുത്തിൻ്റെ അടുത്തെല്ലാം തൂവൽ ഒരുപാട്. ഈ പ്രാവിനെല്ലാം കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രാവിനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇഗ്വാനേൻ്റെ അടുത്ത് പോയി. ഒരു മണ്ണിൻ്റെ കളറുള്ള ഇഗ്വാനയാണ് കേട്ടോ ഇത്. അതിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മളെ തന്നെ. അനങ്ങാണ്ട് നിൽക്കുന്ന നോക്കറ. അത് കഴിഞ്ഞിട്ട് ഇതാ പൂച്ചേൻ്റെ അടുത്താണ് പോയ കേട്ടോ. അടുത്തത് ബംഗാൾ കേറ്റ് എന്നാണ് കേട്ടോ അതിന് പറയാം പേര്. അതിൻ്റെ മേത്ത് പുലീൻ്റെ പോലത്തെ ഇതാന്ന്. അത് കഴിഞ്ഞിട്ടൊരു പാമ്പാണ് കേട്ടോ. ഇവിടെ ഞാൻ അധികം നിന്നില്ല കേട്ടോ, അവിടെ നിന്ന് മാറിപ്പോയിന്. അത് കഴിഞ്ഞിട്ടൊരു റേറ്റാണ്, പലതരത്തിലുള്ള റേറ്റെല്ലാം ഉണ്ട് കേട്ടോ. മൊത്തമൊന്നും വീഡിയോയിൽ എടുത്തില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അണ്ണാനുണ്ട്, കുട്ടികൾക്കെല്ലാം കണ്ടാൽ ഇഷ്ടമാകുന്ന ഇത് തന്നെയാണ് കേട്ടോ. റാബിറ്റ്, 2 മുയൽ, പിന്നെ പാമ്പ്, പിന്നെ വീണ്ടും ഇഗ്വാനയാണ് കേട്ടോ. ഇത് പച്ച കളറാണേ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ മത്സ്യത്തിൻ്റെ അടുത്തേക്കാണ് പോയത് കേട്ടോ. നല്ല അക്വേറിയം. ചാനൂട്ടിനെക്കാട്ടും വലിയ മീനുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. നല്ല രസമുണ്ട്. ചാനൂട്ടൻ കുറേ സമയം നോക്കി നിന്നിന് കേട്ടോ മീനുകളെയെല്ലാം. ചെറിയ മീനും വലിയ മീനും എല്ലാം ഉണ്ട്. നല്ല നീല കളറിൽ. നോക്കിയാട്ടെ എന്ത് രസമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പക്ഷികളുടെ അടുത്തേക്കാണേ പോയേ. തത്തയാണ് കേട്ടോ, പല വിധത്തിലുള്ള തത്ത. ഭയങ്കര ഒച്ചപ്പാടാണ് ഇവർ. അത് രണ്ടും കൂടി എന്തോ സംസാരിക്കലാന്ന് തോന്നുന്നു. ഡ്രൈവർ ആരെയോ ഒത്തി നോക്കുന്നുണ്ട്. ആ കമ്പി പൊട്ടിക്കല്ലേ കടിച്ചിട്ട്. അവര് എന്തോ ആലോചിക്കലാടി ഇരുന്നിട്ട്. നോക്കിയാട്ടെ വെള്ളത്തത്ത. ഈ തത്ത ആരെയോ തെരയലാന്ന് തോന്നുന്നു കേട്ടോ. നോക്കുന്നുണ്ട് കണ്ടല്ലോട്ട്. ഒരു 4 ആളെന്തോ ചർച്ച ചെയ്യല. പപ്പായെല്ലാം തിന്നിട്ട് പകുതിയാക്കി വെച്ചിട്ടാണ് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം കഴിച്ചേട്ടാ. ഇവിടുന്ന് നല്ല വ്യൂ ആണ് കേട്ടോ, അങ്ങോട്ടേക്ക് നോക്കിയാൽ. പിന്നെ വലിയ മത്സ്യം ഇതിങ്ങനെ പോയാൽ നോക്കിയാട്ടെ, ഒരു കുളം പോലത്തെ, അതിൻ്റെ അകത്ത് നിറയെ കുറേ മീനുകളുണ്ട് കേട്ടോ. ഓറഞ്ച് കളറിലുള്ള മീനെ നോക്കിയാൽ എത്രയാ മീൻ. അവിടുന്ന് നേരെ പോകുന്നത് അഡ്വഞ്ചർ കേവിലേക്കാണ് കേട്ടോ. അവിടെ കയറണമെങ്കിൽ 50 രൂപയാണേ പാസ്. നമുക്ക് പിന്നെ അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളധികം അവിടെ നിന്നിട്ടില്ല, നേരെ താഴേക്ക് പോയി. അവിടെ ഒട്ടക സവാരിയും കുതിര സവാരിയും എല്ലാം ചെയ്യുന്ന സ്ഥലമാണേ. ഇത് 2 കുട്ടികൾ ഒട്ടകത്തിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടകത്തിൻ്റെ പേര് നോക്കിയാൽ ഏബിൾ ജാനകി കേട്ടോ. ആ കുഞ്ഞു മോക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ, അതിൻ്റെ മേലെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇതാ അവർ സവാരി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോക്കാന്നേ. ഇതായി ഒരു കുഞ്ഞാട് നോക്കിയാ, കുതിരയുണ്ട് കൂട്ടിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബാഹുബലിൻ്റെ പ്രതിമയുണ്ട് കേട്ടോ, നോക്കിയാ. ഇവിടുന്നും താഴത്തേക്ക് നല്ല വ്യൂ ആണേ. ഇവിടെ ഹോട്ടലെല്ലാം ഉണ്ട് കേട്ടോ, ഭക്ഷണം വേണ്ടുന്നവർക്ക് അവിടെ നിന്ന് കഴിക്കാം കേട്ടോ. പിന്നെ അങ്ങ് താഴോട്ടേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇതാ ഒരു ടോയ് ഷോപ്പ്. അത് കഴിഞ്ഞിട്ട് നോക്കിയാട്ടെ താഴെ ഒരരുവി പോലത്തെ സ്ഥലവും, അവിടെ കുറേ ചെടികളെല്ലാം നട്ടിട്ടുണ്ടേ. അവിടുന്ന് ചാനൂട്ടനും കിച്ചൂട്ടനും കുറേ സമയം കളിച്ചിനാട്ടാ. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പശുക്കളെ കാണാനാന്നേ പോയത്. ഒരുപാട് ഇനത്തിലുള്ള പശുക്കളുണ്ട് കേട്ടോ. ഓരോന്ന് വലുതാന്നേ, കാണുമ്പം പേടിയാവും. ഓരോരാളെല്ലാം ഉറക്കമല്ലാന്ന് കിടന്നിട്ടെല്ലാം ഉള്ള കേട്ടോ. നോക്കിയാ എന്ത് വലുതാ. അതിൻ്റെ അടുക്ക് അതിന് പോയിട്ട് തടയി കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ. എന്നിട്ട് ഇതാ കുട്ടികൾ ആനപ്പുറത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ പോയത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കിലേക്കാണ്. നോക്കാനേ അവൻ പേടിയൊന്നുമില്ല കേട്ടാ. ഇതാ അതിൻ്റെ ഇടക്ക് കിച്ചൂടിന് ഇതാ സർക്കസ് കളിക്കുന്നത്. എന്നിട്ട് ഇവരിതാ ഒരു കയറുകൊണ്ടെല്ലാം കെട്ടി നമ്മൾ സിനിമയിലെല്ലാം കാണുന്നില്ലേ, മറ്റേ പട്ടാളക്കാരെല്ലാം കയറിപ്പോകുന്ന സ്ഥലം, അതുപോലത്തെ ഒരു സ്ഥലത്തൂടെ കയറലാന്ന് കേട്ടോ. അതിനെന്നാ പറയാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കിച്ചൂട്ടൻ അങ്ങ് കയറിപ്പോയേ. ചാനൂട്ടൻ കയറാൻ ശ്രമിക്കുന്നുണ്ട് ബാക്കിന്ന്. ഒരുപാട് കുട്ടികളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ കളിക്കാനല്ലോ. കിച്ചൂട്ടൻ കയറിയിട്ട് ഇതാ ആദ്യം താഴേക്ക് ഇറങ്ങലായി. അതാ ഇപ്പം ഇതാ 2 പെൺകുട്ടികളും മേലോട്ട് കയറാൻ നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ചാനൂട്ടിന് കറങ്ങുന്ന
വണ്ടിയിൽ കയറിയിട്ടുണ്ടേ. ഓന് പേടിയൊന്നുമില്ല കേട്ടോ, നോക്കറ മര്യാദക്ക് പിടിക്കുകയൊന്നും ചെയ്യാണ്ടായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇതിലോട്ടൊക്കെ കയറി വരുന്നുണ്ടേ. എനിക്ക് നല്ല ധൈര്യമാണ് കേട്ടോ അതിലോട്ടെല്ലാം കയറി, പേടിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ സ്വിമ്മിങ് പൂളിലേക്കാന്നേ പോയേ. കിച്ചൂട്ടനും ചാനൂട്ടനും ഇറങ്ങി കേട്ടോ വെള്ളത്തിൽ. കിച്ചൂട്ടന് ഇറങ്ങിയിട്ട് കണ്ടപ്പോൾ ചാനൂട്ടിന് ഭയങ്കര നിർബന്ധം ഇറങ്ങണമെന്ന്. അങ്ങനെ രണ്ടാളും ഇറങ്ങി. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഇവിടുന്ന് കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചാനൂട്ടനും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികൾ കുറേ സമയം വെള്ളത്തിനെല്ലാം കളിച്ചിട്ട് നമ്മൾ തിരിച്ചു പോക്കാമേ. ഇതാ നമ്മൾ ആദ്യം കണ്ട കാളവണ്ടിൻ്റെ അടുത്തെത്തി കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അവർ നല്ലോണം ആസ്വദിച്ച് കളിച്ച് അർമാദിച്ച് കേട്ടോ. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിനെ. നല്ല സ്ഥലമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഉച്ചക്ക് 2 മണിക്ക് കയറിയതാട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇറങ്ങുമ്പോൾ കൃത്യം 6:22 കേട്ടോ. ഇത് നോക്കിയാൽ ഇവിടെയെല്ലാം ലൈറ്റ് ഇട്ടിട്ട് നല്ല രസമില്ലേ. അങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോയ വഴികളിലൂടെ കയറി വരുത്താം കേട്ടോ. ഇതാന്നേ ഇതിൻ്റെ കവാടം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ, സി യു.